ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 11-ാം അധ്യായം 13-ാം തിരുവചനം. സ്ത്രീ തല മറക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുവിൻ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വളരെ പവർഫുള്ളായ ഒരു വചനമാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണിത്. ദേവാലയത്തിൽ പോകുമ്പോൾ, ആരാധനകളിലിരിക്കുമ്പോൾ, മറ്റു പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ തല മറക്കണം. തലയിൽ ഒരു നേരിയതോ ഒരു ഷാളോ എന്തെങ്കിലും ഇട്ടെന്ന് പറഞ്ഞ് ഒന്നും കുഴപ്പവും വരികയില്ല. അങ്ങനെ നമ്മൾ ചെയ്യാത്ത പക്ഷം ആ പ്രാർത്ഥനയിൽ ദൈവം സംപ്രീതനല്ല. വചനം ചോദിക്കുകയാണ്, തല മറക്കാതെ പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ? അതൊരു തെറ്റല്ലേ എന്ന് സ്ലീഹ ചൂണ്ടിക്കാണിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയൊരു തെറ്റാണ്. നമ്മുടെ സൗന്ദര്യമൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മുടി എല്ലാവരും ഒന്ന് കാണണം, നമ്മൾ തോളയിട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കഴുത്തയിട്ടിരിക്കണം, മാലയൊക്കെ എല്ലാം കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങോട്ട് പോകരുത്. നമ്മൾ പള്ളിയിലാണ് ചെല്ലണം, ദേവാലയത്തിലാണ് ഞാൻ പ്രവേശിക്കണം, അല്ലെങ്കിൽ ആരാധനയായിരിക്കണം. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യണം. ഈ ഒരു ആത്മീയമായ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഈ നിമിഷം ഈ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുന്നവരും ഇത്തരത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ ഈശോയോട് മാപ്പ് ചോദിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.